ഹലോ, ഇന്ന് നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് സ്റ്റൂ റെസിപ്പി നോക്കാം. അപ്പം ഇടിയപ്പം ഇതിനായിട്ടൊക്കെ വളരെ നല്ലത്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഇന്ന് തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടോളൂ. അപ്പോൾ തലേന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ഗ്രീൻ പീസാണ്. വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. അതിൻ്റെ ഒപ്പം പാകത്തിന് വെള്ളവും 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഉപ്പ് പാകത്തിന് 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പകുതി മതി കേട്ടോ. ഇനി ഇത് പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ സൈസൊക്കെ അനുസരിച്ചിരിക്കും. ഒരു 3 മുതൽ 6 സ്റ്റീം വരെ അതൊന്ന് തുറന്ന് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന് കേട്ടോ. ഗ്രീൻ പീസ് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 2 സവാള അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം 1 ടീസ്പൂൺ മതിയാവും, കൊത്തി അരിഞ്ഞത്, പിന്നെ 1 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, ഒരു ചെറിയ സൈസാണ് രണ്ടും, അതെങ്ങനെ ഡൈസ് ആക്കിയത്, പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും, കുറച്ച് കറിവേപ്പില. പിന്നെ ഗ്രീൻ പീസ് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് വേണം കേട്ടോ കുക്കിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ചെറിയൊരു കടി ബാക്കി വരും, ഇങ്ങനെ ഉടഞ്ഞൊന്നും പോണില്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് ഇടുമ്പോൾ ഈ മൂടി വെക്കണ ശീലം ഇല്ലെങ്കിൽ അതൊന്ന് തുടങ്ങണം നല്ലതാണ് കേട്ടോ. അടുക്കളയുടെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ കൗണ്ടറുമ്പിലൊന്നും നിലത്തൊക്കെ കാണും, അല്ലെങ്കിൽ കടുകും എണ്ണയും. അപ്പോൾ ഈ ശീലം ഒന്ന് ഉണ്ടാക്കാൻ നോക്കാം. ഒന്ന് തുറന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും മൂടി വെച്ച് എണ്ണ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 10 സെക്കൻഡ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളകും ചേർക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ആ സവാള വരണ്ട് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. ഒരു 5 മിനിറ്റിൽ താഴെ ഒന്ന് കുക്കാക്കിയെടുക്കത്. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, സവാളയുടെ കളറ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വരണ്ട് വരും. എന്നാൽ കൂടുതൽ മൂപ്പിച്ചെടുക്കരുത്, അപ്പോൾ ഫ്ലേവർ മാറിപ്പോവും നമ്മുടെ സ്റ്റൂവിൻ്റെ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ പെരുംജീരകപ്പൊടിയും, അത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമാണ്, തീരെ അടി പിടിക്കരുത്. ഇതിലേക്ക് ഇനി ആ വേവിച്ച് വെച്ചിരിക്കുന്ന സോഫ്റ്റ് ആയിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 മിനിറ്റ്. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ക്യാമറ ഒന്നും ഉറങ്ങിപ്പോയതിൻ്റെ ഇടയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂണോളം. ഇനി ആ ഗ്രീൻ പീസ് ഈ മിക്സ്ചറിൽ കിടന്ന് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. വെള്ളം തീരെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ 1/2 മുതൽ 3/4 കപ്പ് വരെ തേങ്ങാപ്പാൽ. ആദ്യം 1/2 കപ്പ് ഒഴിച്ചാൽ മതി. 1/4 പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് പിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അത് വലിയ തിളയിലേക്ക് പോകരുത്. ചെറുതായിട്ടൊരു സിമ്മറിലേക്ക് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തത്. ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി വെക്കാം കേട്ടോ, അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചോ. എന്നിട്ട് ഈ കറി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ കളറൊന്നും കൂടി നല്ല ഒരു ഗ്രീൻ കളർ പോലെ ആയി വരും. അപ്പം, ഇടിയപ്പം, വെള്ളപ്പം ഇതിനായിട്ടൊക്കെ നന്നായിട്ട് ചേരും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അത്ര ഈസി അല്ലേ റെസിപ്പി. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ.